ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കന്നുകാലികളെ ഉപദ്രവിക്കരുത്, കണ്ണിന് ദോഷമാണ്. പ്രിയരെ, വർക്കലക്കടുത്ത് ചിലക്കൂരിൽ പി എൻ ഗോവിന്ദനാശാൻ എന്നൊരു വലിയ ഗുരുഭക്തനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുവായിരുന്നു പത്മനാഭൻ. നല്ല കായബലവും ചുറുചുറുക്കുമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു അയാൾ. പെട്ടെന്ന് ശോഭിക്കുന്ന പ്രകൃതക്കാരനായിരുന്ന പത്മനാഭന്റെ ഒരു കണ്ണിൽ ഒരിക്കലൊരു വെള്ളയുണ്ടായി. അത് ക്രമേണ വലുതായി വന്നതോടെ ആ കണ്ണിന്റെ കാഴ്ച മങ്ങിപ്പോയി. പിന്നീട് ഒരു കണ്ണുകൊണ്ടാണ് പത്മനാഭൻ ഈ ലോകം കണ്ടുകൊണ്ടിരുന്നത്. എങ്കിലും അയാളുടെ ക്ഷിപ്പർ കോപത്തിന് യാതൊരു കുറവും വന്നിരുന്നില്ല. ഒരു ദിവസം ഗുരുദേവൻ ചിലക്കൂരിലെ പനമൂട് ഭവനത്തിൽ വന്ന ശേഷം ശിവഗിരിയിലേക്ക് മടങ്ങുകയായിരുന്നു. അപ്പോൾ ആ വഴിയരികിൽ പശുക്കളെ മേയിച്ചു നിൽക്കുകയായിരുന്ന പത്മനാഭൻ ഗുരുദേവനെ അനുഗമിച്ചു. ശിവഗിരിയിലെത്താറായപ്പോഴാണ് ഗുരുദേവൻ തിരിഞ്ഞു നോക്കിയത്. അപ്പോൾ പത്മനാഭൻ തൊഴുതുകൊണ്ട് അവിടെ നിന്നു. ഗുരുദേവൻ, എന്തിനാണ് നമ്മോട് കൂടെ വരുന്നത്? പത്മനാഭൻ, ഗുരുസ്വാമി ഒറ്റക്കാണെന്ന് കണ്ട് കൂട്ടിന് വരികയാണ്. ഗുരുദേവൻ, കൊള്ളാമല്ലോ. അങ്ങനെ നടന്ന് തുരപ്പിനടുത്തെത്തിയപ്പോൾ ഗുരുദേവൻ വീണ്ടും ഇങ്ങനെ ചോദിച്ചു, കന്നുകാലികളെ ഉപദ്രവിക്കുമോ? പത്മനാഭൻ അത് കേട്ടു ഒന്നമ്പരന്നു. താൻ കന്നുകാലികളെ ഉപദ്രവിക്കുന്നുണ്ടെന്ന വിവരം ഗുരുദേവൻ എങ്ങനെ അറിഞ്ഞുവെന്നായിരുന്നു അയാളുടെ ചിന്ത. അതിനിടയിൽ ഗുരുദേവൻ ഒരു ആജ്ഞ പോലെ ഇപ്രകാരം അരുളി ചെയ്തു, കന്നുകാലികളെ ഉപദ്രവിക്കരുത്, കണ്ണിന് ദോഷമാണ്. പത്മനാഭൻ അത് കേട്ട് തലകുലുക്കി. പക്ഷേ ആ പറഞ്ഞതിന്റെ പൊരുൾ എന്തെന്ന് പിടികിട്ടുകയുണ്ടായില്ല. കന്നുകാലികളും കണ്ണും തമ്മിൽ എന്താണ് ബന്ധം? വീട്ടിലെത്തിയിട്ടും അതുതന്നെയായിരുന്നു ചിന്ത. പിന്നീട് കന്നുകാലികളുടെ അടുത്തെത്തിയപ്പോഴെല്ലാം ആ ഗുരുവചനം മനസ്സിൽ കിടന്ന് ചാഞ്ചാടിക്കൊണ്ടിരുന്നു. അതിനാൽ പിന്നീട് കന്നുകാലികളെ ഉപദ്രവിക്കുന്നതിൽ നിന്നും പത്മനാഭൻ കഴിയുന്നത്ര ഒഴിഞ്ഞുമാറി നിൽക്കുകയായിരുന്നു. എന്നാൽ ഒരു ദിവസം അയാളുടെ സകല നിയന്ത്രണവും പെട്ടെന്നറ്റുപോയി. തൊഴുത്തിൽ നിന്ന് ഒരു പശുവിനെ അഴിച്ചുകൊണ്ടുവരുന്നതിനിടയിൽ അതിന്റെ കയറ് മറ്റൊരു പശുവിന്റെ കയറുമായി കുരുങ്ങി. പത്മനാഭൻ ആ കുരുക്കഴിക്കുവാൻ പരമാവധി ശ്രമിച്ചു നോക്കി. എന്നാൽ പശുക്കളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓട്ടവും ചാട്ടവും കൊണ്ട് ആ കയറിന്റെ കുരുക്ക് കൂടുതൽ മുറുകി. അതുകണ്ട് പെട്ടെന്ന് പത്മനാഭന് ദേഷ്യം വന്നു. അയാൾ തൊഴുത്തിന്റെ ഓലപ്പടിയിൽ കൊളുത്തിവെച്ചിരുന്ന ഒരു ചാട്ടയെടുത്ത് തലങ്ങും വിലങ്ങും അവയെ അടിക്കാൻ തുടങ്ങി. ആ അടിയിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള വെപ്രാളത്തിൽ പശുക്കൾ രണ്ടും കയറ് പൊട്ടിച്ച് ഓട്ടമായി. അതിനിടയിൽ ആ കയർ കാലിൽ കുരുങ്ങി പത്മനാഭൻ തെറിച്ചുപോയി കമണ്ണടിച്ചു വീണു. ആ വീഴ്ചയിൽ തൊഴുത്തിലെ ഒരു പഴയ മരക്കുറ്റിക്കുമേൽ പത്മനാഭന്റെ കാഴ്ചയുള്ള കണ്ണ് ശക്തമായി ചെന്നിടിച്ചു. മരണവെപ്രാളം പൂണ്ട് പത്മനാഭൻ അലറി വിളിച്ചു. അത് കേട്ട് ആളുകൾ ഓടിക്കൂടി. മുഖമാകെ അപ്പോൾ ചോര പുരണ്ട് വികൃതമായി കഴിഞ്ഞിരുന്നു. ഉടനെ ബന്ധുക്കൾ ഒരു വണ്ടി പിടിച്ച് അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവസാനം പത്മനാഭന് ആ കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടു. അങ്ങനെ അയാൾ പൂർണ്ണമായും അന്ധനായിത്തീർന്നു. ഗുരുദേവൻ അന്നു പറഞ്ഞതിലെ കന്നുകാലികളും കണ്ണും തമ്മിലുള്ള ബന്ധം അന്നാണ് പത്മനാഭന് മനസ്സിലായത്. സ്നേഹപൂർവ്വം, രഞ്ജൻ കയനാടത്ത്.